നമ്മളോട് എല്ലാവർക്കും അഭിനയ സ്നേഹമാണ് ഉണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് ഓരോരുത്തരോടും ഓരോ രീതിയിൽ വിഷമിക്കുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല, ഓക്കെയാണ്, ഇപ്പോൾ ഹാപ്പിയാണ്. യഥാർത്ഥ സ്നേഹം നീ കാണുന്നില്ലല്ലോ. ഞാൻ കണ്ടിരിക്കുന്നു, യഥാർത്ഥ സ്നേഹം ഞാൻ കണ്ടിരിക്കണം. റിയൽ ലിയോ ലവ് ആക്കും, കാര്യമായി സ്നേഹിച്ചാൽ എന്താ ചെയ്യും? എൻ്റെ പൊന്നുമുത്ത്, ഞാൻ വെറുതെ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ വെറുതെ ഇവിടെ ഇരുന്നോട്ട്. ഇങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ പോകുന്നുണ്ടല്ലോ, എനിക്ക് വയ്യ ടെൻഷൻ അടിക്കാനും പിടിക്കാനും വലിക്കാനും ഒന്നും. യാമിനി ഉണ്ടോ? പാദസരം ഇടാറില്ലേ? പാദസരം ഇടാറുണ്ടോന്നോ? ഞാൻ ഈ പൊക്കി കാണിക്കാം. പാദസരം ഇടാറുണ്ടടാ, പാദസരം ഉണ്ട്. സിംഗിൾ ബെസ്റ്റ്, യെസ് സിംഗിൾ ബെസ്റ്റ്. ഫ്രണ്ട്ഷിപ്പ് എന്നുണ്ടോ? ഹൗ ആർ യു? ഗുഡ്. ഞാൻ കുളിച്ചില്ല, കുളിക്കുന്ന ഫുഡ്. ഓക്കെ, പോയി ഫുഡ് കഴിക്കുക, കുളിക്കുക. പുറകിലെ ടാറ്റൂസ് കാണിക്കും. ഇത് എന്തൊക്കെയാടാ നിനക്ക് കാണണ്ട? അതിലെ ഒന്ന് കൊലുസ് ഊരി കാണിക്കുമോ? മൊത്തം ഇത് സ്വർണ്ണക്കൊലുസ് ഞാൻ എപ്പോഴും ഊരി എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്താ പിള്ളേരാ നിങ്ങൾക്കൊക്കെ? എൻ്റെ പൊന്നെ, എന്തൊക്കെ കാണേണ്ടി വരും. എന്താ എൻ്റെ പാസര കണ്ടോ? ഇതിൽ കൂടുതലൊക്കെ ആരെങ്കിലുമൊക്കെ ലൈവിലിരുന്ന് ചെയ്യോടാ? സ്വർണ്ണ പാസര എന്താ ഊരി കാണിച്ചേക്കുന്നു കണ്ടോ? ഇനി ഇതിന് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചൊന്നും വരണ്ട ആരും. എന്തെങ്കിലും ആവട്ടെ, അതവിടെ കിടക്കട്ടെ, കാലിലല്ലേ. ഏതായാലും ഒരു 5 പവൻ താലിക്ക് ഞാൻ ഓർഡർ കൊടുക്കുന്നുണ്ട്. 916 ആണോ? 916 ആണ്. 916 ആണ് ഞാൻ എടുത്തപ്പോൾ. ഇപ്പോഴും 916 തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മാഞ്ഞൊന്നും പോയിട്ടില്ല. കൊലുസിടാൻ ആഗ്രഹമുണ്ട്, ബട്ട് ബോയ് ആണ്. അതിനെന്താ കൊലുസിടണം? ദിൻ തരി കിടത്തു. വന്നല്ലോ വനമാല, വന്നല്ലോ വനമാല. ആരെങ്കിലും ഈ അറബി പേരൊന്ന് വായിക്കുമോ? എനിക്ക് അറബി വായിക്കാൻ അറിയില്ല. ദിൻ തരികിട തോന്നി പറഞ്ഞിട്ടൊരു കൊച്ചിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് വന്നേക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ആ കൊച്ചിൻ്റെ ഫോട്ടോ കണ്ടതുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? ഞാൻ ദിൻ തരികിട തോയോ മറ്റേ തരികിട തോയോ ഒക്കെ ആയിക്കോട്ടെ, നീ എന്തായാലും ആണല്ലേ, മതി. 5 പവൻ പോരാ. 5 പവനും 10 പവനിലൊന്നും അല്ല മൊത്തേ കാര്യം. പവനിലും കണക്കിലും ഒന്നും കാര്യമില്ല. 10 പവനോ? എൻ്റെ പൊന്നെ, 10 പവനൊക്കെ നിങ്ങളൊക്കെ ഓരോരുത്തർക്കും നടക്കുന്നത്. ഇങ്ങനെ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറയരുത്. ഞാൻ എങ്ങനെ പറയണ്ട പിന്നെ? ഞാൻ എങ്ങനെ പറയരുതെന്നാണ് കുട്ടി പറയുന്നത്, അതോട് പറയൂ. ഞാൻ അങ്ങനെ പറയല്ലെന്ന് പറഞ്ഞോ, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞോ, എങ്ങനെ പിന്നെ പറയണ്ടേ? വെള്ളിക്കൊലുസുണ്ട്. ഞാൻ വെള്ളിക്കൊലുസ് കുറെ നാൾ ഞാൻ വെള്ളിക്കൊലുസായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. എനിക്കിഷ്ടമാണ് വെള്ളിക്കൊലുസ് ഇട്ട് നോക്കാം. ഞാൻ ഡിന്നറ് ചോറ് കഴിച്ചു, സാമ്പാർ ഉണ്ടായിരുന്നു, കോഴിക്കമ്മൽക്കൊട്ടുണ്ടായിരുന്നു. ജിമിക്ക് കമ്മൽ എനിക്കിപ്പോൾ വെള്ളിക്കൊലുസൊന്നും കാണിക്കാൻ വയ്യ. നിനക്ക് എന്തൊക്കെയാ കാണേണ്ടത്? എനിക്കും ഞാനും ശ്രേയ്ക്കും മാത്രം. അയ്യോ, ഇതിപ്പോൾ എന്തൊക്കെയാടോ ഈ പണ്ടാരം പിടിച്ച പാകിസ്ഥാനിലും വെറുതെ എന്നെ ഇൻവൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഹായ് 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 ബൈജു ഖത്തർ, ഐ ലവ് യു. അയ്യോ, ഐ ലവ് യു ടു ബൈജു. ഹെയർ പുറകിലോട്ട് ഇടാനോ? ഇത് പുറകിലല്ലേ കിടക്കുന്നേ? യാമിനി ഗസ്റ്റ് എടുക്കൂ. ഞാനിപ്പോൾ ഗസ്റ്റ് എടുക്കുന്നില്ല മുത്തേ. ഐ ആം ടോപ്പ് എവറിഥിങ്. എന്തോ ടോപ്പോ? ഇവിടെ ടോപ്പും എന്തോ ബോട്ടും ഒന്നും വേണ്ട, പൊക്കോ. നൗഷു ഓക്കെ, ഞാൻ നോക്കിക്കോളാം. നാണിക്കുന്ന കാണാൻ രസമുണ്ട്, എന്നാൽ ഒന്നും കൂടി ഞാൻ നാണിക്കും. പേടിയോ? ആർക്കാ പേടി? പേടി എന്നാണോ ഉദ്ദേശിച്ചത്? അക്ഷരം മാറി വന്നതാണോ?
ആണേലും കുഴപ്പമില്ല കേട്ടോ, ഇവിടെ ആർക്കും പറയുന്നില്ല. ഹലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ശ്രീമു. താങ്ക് യു അജി, താങ്ക് യു സോ മച്ച് ഡിയർ. സുഖമാണോ? സുഖമായിട്ട് പോകുന്നു. ഒന്ന് ഫോളോ ചെയ്യുമോ പ്ലീസ് പ്ലീസ് പ്ലീസ്? മമ്മൂസ് ഫോളോ ചെയ്യാലോ മമ്മൂസ്. ഐ ലവ് യു. ഹായ് മേഡം. ശ്രേയ ഇന്ന് അടിപൊളി, ഞാനും വരും കൂടെ. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. നാട്ടിൽ വാ. നാട്ടിൽ ഞാൻ വന്നിട്ട് പോകുന്നതേ ഉള്ളല്ലോ. സൂപ്പർ സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. നിന്റെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ്. നീ ലോകാണല്ലോ എന്ന് വെച്ചാൽ നീ ലോകാണല്ലോ എന്താ മനസ്സിലായില്ല. നീ ലോക്കാണല്ലോ എന്നോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പോകുന്ന സമയമാണ്, എല്ലാവരും ഒന്ന് ഗസ്റ്റ് കയറ്റിയിരുത്തിട്ട് പോകും. KPR, ഞാൻ കേട്ടത് സത്യമാണോ? KPR മ്യൂട്ട് ഒഴിവാക്കേണ്ടതാണ്. സത്യം മര്യാദയ്ക്ക് പറഞ്ഞ് മ്യൂട്ട് ഒഴിവാക്കേണ്ടതാണ്. ഞാൻ കേട്ടത് സത്യമാണോ? നോ. റിയലി? ഞാൻ ചോദിച്ചത് എന്താണ് എന്ന് താങ്കൾക്ക് മനസ്സിലായി കാണും. യെസ്. അപ്പം ആ കേട്ടത് സത്യമാണോ? ആണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ഓക്കെ, ഈ ചിരിയിലുണ്ട് എല്ലാം. ഓക്കെ, മനസ്സിലായി. എനിക്ക് ഉത്തരം കിട്ടി. നിനക്ക് ഞാനുണ്ട്. അയ്യോ, ഞാൻ അതിന് ആളോട് ലവിൻ്റെ കാര്യമൊന്നുമല്ല ചോദിച്ചത്, വേറൊരു കാര്യം ചോദിച്ചാടാ. അവരൊക്കെ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അത് എനിക്കറിയാം ആ ഒരു കാര്യം ആരുമായിട്ടാണ് എന്ന്. അത് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ചോദിച്ചൊന്നുമില്ല, അല്ലാതെ എൻ്റെ കാര്യമല്ല. മറ്റേ ഇയാൾ സുന്ദരിയാണ്. താങ്ക് യു. ഞാൻ സിംഗിളാണ്. ആരാ? എനിക്കറിയില്ല മൊത്തേ. ഇല്ല മൊത്തേ, എനിക്ക് നീ മാത്രം. അയ്യോ. ഹുസൈൻ, എനിക്ക് ആരുമില്ല. എങ്ങനെ ഉദ്ദേശിച്ചാ ഹുസൈൻ? നൗഷു, എനിക്കും ആരുമില്ലടാ. നമ്മളെല്ലാം സിംഗിൾ പസങ്ങളാണ്. അയ്യോ, എൻ്റെ പൊന്നുമോനെ, മിങ്കിളാവാനൊന്നും ഞാനില്ല. നിങ്ങൾക്ക് വേറൊരാളുണ്ട്. ആദ്യം ഞാൻ കേട്ടിരുന്ന ഒരാൾ വേറെ ആയിരുന്നു. അത് എനിക്ക് ആരായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, കുറച്ചാൾക്ക് ശേഷം, ഈ അടുത്തായിട്ട് ഇപ്പം വേറൊരു ഇത് എനിക്ക് കിട്ടിയതാട്ടോ, ആരും പറഞ്ഞല്ല, എനിക്ക് മനസ്സിലായൊരു കാര്യം. പക്ഷെ അതിങ്ങനെ ഉണ്ട്. അതെന്താ സംഭവം എന്നറിയില്ല. അപ്പം എനിക്കൊരു ഡൗട്ട് അടിച്ചു, ഇതിലെന്തോ സംഭവം ഉണ്ടല്ലോ. കാരണം ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിട്ട് ചിലപ്പോൾ ആയിരിക്കില്ല, പക്ഷേ സത്യമായിരിക്കും എന്നുള്ളത് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ആയി. അപ്പം ഞാനത് വിട്ടു. അതെനിക്കറിയില്ലായിരുന്നു താങ്കളായിരിക്കും എന്നുള്ളത്. ബട്ട് KPR തേടി ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. KPR ഒരു സെലിബ്രിറ്റി ആണല്ലേ, ഒരു സംഭവമാണല്ലേ. ആരാടാ ഈ നട്ട പാതിരാത്രിക്ക് പബ്ലിക്കായി ലൈൻ അടിക്കുന്നത്? ഈ തോമ ഇവിടെ ഉള്ളപ്പോൾ. ഇവിടെ ആരും ലൈൻ അടിച്ചില്ല മന്തേ. ഇവിടെ ലൈൻ അടിക്കാനായിട്ട് ആരും ഇല്ല. പോരട്ടെ. ടിക്ടോക്കിലെ പറയുന്നില്ല. പറയൂ പ്ലീസ്, പറയൂ. ടിക്ടോക്കിലെ മുത്തുമണിയാണ് നമ്മളെ. കണ്ണിനുണ്ണി എല്ലാവരുടെയും കണ്ണുണ്ണി നമ്മളെ കാക്കയാണ് ടിക്ടോക്കിന്റെ കാക്കയാ, അതോ വേറെ ചിലരുടെ കാക്കയാണ്? KPR പോരുന്നുണ്ട്, സത്യങ്ങള് പോരുന്നുണ്ട്. ചേച്ചി എവിടെ സ്ഥല? ഞാൻ ഷാർജയിലാണ്. ഷാർജയില? നാട്ടിലെവിടെയാ? പത്തനംതിട്ട.
KPR-നെ നിനക്ക് അയ്യോ ഞാൻ KPR-നെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അടിച്ചു വിടരുതേ ആരും കമന്റ്സില്. കാവ്യമാധവൻ അറിയോ? ഞാൻ വേറൊരു കാര്യം അറിയാൻ വേണ്ടിയാണ്. അത് KPR-ന്റെ വായിന്ന് വരില്ല എന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്. പോയടനെ KPR പറയും. KPR മുമ്പേ ഡ്യൂട്ടി വൈകുന്നേരം ഉണ്ടായിരുന്നല്ലോ ഡ്യൂട്ടി. അപ്പൊ പോയതാണല്ലോ. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞു കാണുമല്ലോ. ഇപ്പൊ 3 മണിക്ക് എണീക്കലുണ്ട്. എന്നിട്ട് എന്നെ കണി കണ്ടിട്ടേ പോവും. ഡീറ്റെയിൽസ് ഒക്കെ അറിയാലോ. എന്നെ കണി കണ്ടിട്ടേ പോവും. ആ 3:15 വിളിക്കും ഞാന്. എന്റെ കുഞ്ഞെ ഇപ്പൊ എത്ര പേരെയാണ് കണി കാണുന്നത്. KPR-ന്റെ ആളിനെ ഷെയർ ചെയ്ത് വിളിച്ചോണ്ടിരിക്കുന്നു. വരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളൊക്കെ എന്തൊക്കെയാ പറയുന്നത്. അപ്പൊ ഞാൻ പോട്ടെ. എനിക്ക് മനസ്സില്ല പോവാൻ. ബട്ട് പോയല്ലേ പറ്റുള്ളൂ. സമയം ഒരുപാടായി. പോകാം. ഞാനും പോവാടാ. എനിക്കും പോണം. ഞാനും പോന്നു. പോവല്ലേന്നോ? നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നാ മതി. ഞാനിങ്ങനെ ഇരുന്നിരുന്ന എത്ര നേരം തുടങ്ങിയ ലൈവ് ആയത്. ഞാൻ എന്നാ പോട്ടെ. ലൈവ് കട്ട് ചെയ്യട്ടെ. എനിക്ക് ഇരുന്നിരുന്ന് ബാക്ക് പെയിൻ എടുക്കണം. അയ്യോ എൻ്റെ അമ്മേ. ഞാനിനി ലൈവ് കട്ട് ചെയ്യാൻ പോവാം. 11 മണിക്ക് ഞാൻ പോട്ടെ.